ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇന്ന് രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും എണീച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോഴേക്കും മോക്ക് മദ്രസയിൽ പോകാനായി. അപ്പൊ അവളെ എണീപ്പിച്ച് അവൾക്ക് ബാത്റൂമിലൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ പോയി അവൾക്ക് വേണ്ടിയിട്ടുള്ള ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കാൻ പോയി. അതിനുശേഷം അവളെ റെഡിയാക്കി കൊടുത്തു. പിന്നെ അത് കുടിച്ചിട്ട് അവള് മദ്രസയിൽ പോയി. പിന്നെ ഓള് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ ഓള് പോയി കഴിഞ്ഞേക്കിന് ഞാൻ അവിടെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പം ഇന്ന് പൂരി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. പിന്നെ പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ച് കറിക്കുള്ള തേങ്ങയും ചിരകി വെച്ചിട്ട് ഞാൻ മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ എന്നൊന്നും മുറ്റടിക്കാൻ പറ്റില്ലല്ലോ, എന്താ മഴ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ന് മഴക്ക് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇന്ന് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വഴറ്റി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ തേങ്ങ അരക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടി ഇതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്കൊരു മുട്ട പൊട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ വലിയ വലിയ പീസായി നിന്ന ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കറി റെഡിയായിട്ട് പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇവിടെ മോക്ക് നല്ല ഇഷ്ടമാണ് പൂരി. അപ്പോൾ അവള് ഇന്ന് അതുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയായിട്ട് ഞാൻ പിന്നെ അടുക്കള മുഴുവനായിട്ട് ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോഴേക്കും മോള് മദ്രസ വിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ചായ കുടിച്ചു. പിന്നെ ആ ചായ കുടിച്ച പാത്രം കൂടി കഴുകി വെച്ചിട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നു. വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ലഞ്ചിന് നോക്കാറ്. ഒരുപാടൊന്നും വൃത്തികേടായിട്ടൊന്നും ഉണ്ടാവില്ല വീടിൻ്റെ ഉള്ളിൽ. രാത്രി ഞാനൊക്കെ ഒന്ന് ഒതുക്കി പൊറുക്കി വെക്കും. അപ്പോൾ പിന്നെ രാവിലെ വല്ലാതെ ഒന്നും ക്ലീനാക്കാൻ ഉണ്ടാവില്ല. പിന്നെ ഇതാ മോള് മദ്രസ ഇട്ട് വന്നിട്ട് പർദ്ദ ഇവിടെ സോഫയിൽ അയച്ചു വെച്ചിട്ടുണ്ട്. പർദ്ദയും ബാഗും അതൊന്ന് എടുത്ത് വെക്കണം. അതുപോലെ കുറച്ച് തുണികളും മടക്കാനുണ്ടാകും. അത്രയൊക്കെ വൃത്തിയാക്കാൻ ഉണ്ടാവും. പിന്നെ ബെഡ്ഷീറ്റ് 2 റൂമിലെ ബെഡ്ഷീറ്റ് ഒന്ന് തട്ടി വിരിക്കുക, അത്രേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഞാൻ തുണികൾ മടക്കാൻ നിന്നു. അപ്പൊ ഇന്ന് കുറച്ച് തുണികളേ ഉള്ളൂ. അപ്പൊ എല്ലാ ദിവസവും മടക്കാൻ ഉണ്ടാവാറില്ല, കാരണം മഴക്കാലം ആയതുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും കുറച്ച് മടക്കാനുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ചിട്ടു. അപ്പോഴാണ് ഈ വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടൊരു ഓട്ടക്കാരൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അതിൻ്റെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാകും. നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അടുത്ത് 1-2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു.
അപ്പോൾ അത് പോയപ്പോഴേക്കും കുറച്ച് നേരമായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കാൻ നിന്നു. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ന് അടിച്ചു വാരിയത്. ഇന്നൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും കൂടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെയുള്ള എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായില്ല, അപ്പോൾ ഉള്ളത് വെച്ചിട്ടുണ്ടാക്കി. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് നിലമൊക്കെ ഒന്ന് തുടച്ചിട്ടു. അതിനുശേഷം ഞാനും മക്കളും പോയി കുളിച്ച് വന്നു. പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാനും ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോക്ക് താഴെ ഒരു ലൈക്കും കൂടി ചെയ്യണേ.